പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും മുന്നിട്ടുള്ള ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഗെയിമായിട്ടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ സെക്കൻഡ് ഹാൻഡ് ബസ് എടുത്തായിരുന്നല്ലോ. എൻ്റെ സ്റ്റിക്കറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്, അവിടെ വണ്ടിയൊക്കെ കൊണ്ടിടാം. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ട് അത് ഒന്ന് ഓടിക്കാൻ തന്നെ ഒന്ന് ചോദിച്ചു ഗൈസ്, ഒരു ട്രിപ്പ് പോകാനാണ്. തന്നെയാണ് ഗൈസ്, തന്നെ ബസ് എടുത്ത് പോകണം, കാറുമെല്ലാം പോയാൽ പോരായിരുന്നു. പക്ഷെ അവൻ അതെടുത്തുകൊണ്ട് കൊണ്ടുപോയി അവിടെ കാണുന്നു കടേൻ്റെ ഒക്കെ ഇടയ്ക്കൊന്ന് ഇടിച്ച് കയറ്റി. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് കേസ്. ഇതാണ് കേസിൻ്റെ വീട്. താഴെ കടയാണ്, മുകളിലാണ് കേസ് വീട്. അപ്പോൾ ഗൈസ് ഇവിടെ എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ഇന്ന് ഫുള്ള് വണ്ടി ഇടിക്കുവാണ്. എൻ്റെ വണ്ടി ഇടിച്ചു, പിന്നെ ഇവിടെയൊക്കെ ഈ ബസ് ഇടിച്ചു. അറിയില്ല ഗൈസ്, നോക്കാം ഗൈസ് എന്താണ്, എത്ര രൂപയ്ക്ക് ആവുമെന്നറിയില്ല. എന്തായാലും നല്ല പൈസയാവും ഗൈസ്. ഇതൊക്കെ എൻ്റെ ബസ് ഇടിച്ച് തെറിപ്പിച്ചാണ് ഗൈസ്. ഇവനെങ്ങനെ പോയി, ഇങ്ങനെ കറങ്ങിപ്പോയാ. ശരി ഗൈസ്, ബൈക്കൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് ഗൈസ് അവൻ. നമുക്ക് പോയി നോക്കാം. അവൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാർ. ഗൈസ് ഇവൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ടുള്ള ഗൈസ്. ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് എത്തി ഗൈസ്. നല്ല ഡാമേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ടെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറകിൽ പോയി നോക്കാം ഗൈസ്, ഇത്ര വഴി കയറാൻ പറ്റൂ ഗൈസ്. ബാക്ക് ലൈറ്റൊക്കെ പോയി. ഇതിവിടെയും നല്ല ഇതുണ്ട് ഗൈസ്. നമുക്കൊന്ന് കയറി നോക്കാം. കയറിയിട്ട് ബാക്കിലോട്ട് ഇടാം ഗൈസ്. നല്ല സ്പീഡിൽ തന്നെ എടുക്കാം, ബിക്കോസ് ഇടിച്ചാലും കാര്യമൊന്നുമില്ല, എന്തായാലും നന്നാക്കേണ്ടതാണ്. നോക്കാം ഗൈസ്. ഗൈസ് കണ്ടില്ലേ, ഫുൾ ഡാമേജാണ്. നല്ല പൈസ അടിക്കും എന്തായാലും. ഇത് ഡാമേജ് ആണല്ലെങ്കിൽ ഗൈസ് നോക്കൂ, ഇതൊക്കെ പൊട്ടിപ്പോയി ഗൈസ്. ഇത്രയും ഡാമേജ് ഉണ്ട് ഗൈസ്, നല്ല ഡാമേജ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വേഗം തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്തെങ്ങാണ്ട് നോക്കട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ വേഗം കൊണ്ടുപോകാം, ബിക്കോസ് രണ്ടായതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ കുറച്ച് തരും. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാം. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് 100 പോവായിരുന്നു ഗൈസ് സ്പീഡ്. അതിന് മുകളിൽ പോവും, പക്ഷേ ഇപ്പോൾ 74 മുകളിൽ പോകുന്നുള്ള ഗൈസ്. അതാണ് ഗൈസ്, നല്ല ഡാമേജ് ഉണ്ട് എന്തായാലും, കാണുമ്പോൾ അഴുക. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡ് എത്താറായിട്ടുണ്ട് വർക്ക്ഷോപ്പ്. പക്ഷേ 74 പോകണോണ്ടാണ് ഗൈസ് ഇത്രയും സ്ലോ. 100 കയറണതാണ് ഗൈസ്. നല്ല സ്പീഡിലാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ്. ഇവൻ ഇവിടെ വല്ലതും ഉണ്ടാവും ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം, അകത്ത് തന്നെ കൊണ്ടിടാം, ആരും കാണണ്ട. ഇവിടെ ഒക്കെ ഉണ്ടായാലും സൈഡിടാം ഗൈസ്. അങ്ങനെ നമ്മുടെ എത്ര രൂപയാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഭയങ്കര പൈസ ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ, ഒട്ടും പൈസ ഇല്ല. 24,000 എങ്ങാണ്ടേ ഉള്ളൂ. അതിനേക്കാളും കൂടുതലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മുകളിലെന്താ, എന്തായാലും അവനിവിടെ, അവൻ ആ റൂമിലുണ്ടാവും. ഞാൻ പോയി വിളിക്കട്ടെ അവനെ. അവൻ വണ്ടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അവൻ തിരിച്ചു പോയി. അവൻ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്, അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ പോയി. എന്തായാലും ഞാനിവിടെ നിന്ന് പോവാണ് ഗൈസ്. നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂടാണ് ഗൈസ് ഉണ്ടായതുകൊണ്ട്. അപ്പം വേഗം പോവാം. അപ്പോൾ വണ്ടിയുടെ കീയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും ആ വിഷ്വൽസ് എടുക്കാൻ നോക്കാം, ബിക്കോസ് ഗൈസ് ഇവിടെയും അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാമറ ഉണ്ട് ഗൈസ്. എങ്ങനെയെങ്കിലും വിഷ്വൽസ് വീട്ടിൽ ചെന്ന് ലാപ്ടോപ്പിൽ നിന്ന് എടുക്കാം. അപ്പോൾ അവനവിടെ ഉണ്ട്. അവൻ പറഞ്ഞൊരു 1 ലക്ഷം ഒക്കെ ആകും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലാകുമെന്നാണ്. ഞാൻ ഇവിടെ എല്ലാം വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അത് ബസ്സും വരുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടും വിളിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.